അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾക്കായി സ്വിറ്റ്സർലൻഡ് സന്ദർശിച്ച പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെയും പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളെയും വധിക്കാൻ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് പദ്ധതി ഇട്ടിരുന്നതായി ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയ ഒന്നാം ഘട്ട ചർച്ചകൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് പാകിസ്ഥാനിൽ നിന്നും ഖത്തറിൽ നിന്നുമുള്ള പ്രതിനിധി സംഘങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ബർഗൻഷോക്ക് റിസോർട്ടിൽ എത്തിയത്. രാഷ്ട്രീയ നിരീക്ഷകനായ മരിയോ നൌഫൽ അവതരിപ്പിച്ച പോഡ്കാസ്റ്റിൽ പങ്കെടുത്തപ്പോഴാണ് മാധ്യമ പ്രവർത്തകനായ പെപ്പെ എസ്കോബാർ ഈ അവകാശവാദം ഉന്നയിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന അസീം മുനീറിനും പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിലെ മറ്റുള്ളവർക്കുമെതിരെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവ് അനുസരിച്ച് മൊസാദ് ഒരു വധശ്രമത്തിന് പദ്ധതി ഇടുന്നുണ്ടെന്ന അതീവ വിശ്വസനീയമായ വിവരം പാകിസ്ഥാൻ സൈന്യത്തിന് ലഭിച്ചിരുന്നു. ഇതാണ് എസ്കോബാർ പറഞ്ഞത്. ഈ വധശ്രമ പദ്ധതിക്ക് മറുപടിയായി ഒമാൻ വഴി പാകിസ്ഥാൻ ഇസ്രയേലിന് കർശനമായ മുന്നറിയിപ്പ് നൽകിയതായും എസ്കോബാർ അവകാശപ്പെടുന്നു. ഞങ്ങളുടെ പ്രതിനിധി സംഘത്തെ നിങ്ങൾ തൊട്ടാൽ ഞങ്ങൾ നിങ്ങളെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കും എന്നതായിരുന്നു ഇസ്ലാമാബാദ് അയച്ച സന്ദേശമെന്നും മാധ്യമപ്രവർത്തകൻ പറഞ്ഞു. എന്നാൽ ഈ അവകാശവാദങ്ങൾ പാകിസ്ഥാൻ അധികൃതർ ഉടനടി തള്ളിക്കളഞ്ഞു. ഈ ആരോപണം തീർത്തും അസംബന്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് ഉന്നത പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചതായി ARY ന്യൂസ് ചെയർമാൻ കമ്രാൻ ഖാൻ പറഞ്ഞു. ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും ഫീൽഡ് മാർഷൽ സയ്യിദ് അസീം മുനീറിന്റെയും സ്വിസ് സന്ദർശനം കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നടന്നത്. ആ സന്ദർശന വേളയിൽ ഒരിക്കൽ പോലും സ്വിസ് അല്ലെങ്കിൽ അമേരിക്കൻ സുരക്ഷാ സേനകളുടെ ഭാഗത്തു നിന്നും സുരക്ഷാ മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ നേരിയ രീതിയിലുള്ള ആശങ്കയോ പോലും ഉയർന്നിട്ടില്ല. ഇതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിലും സോഷ്യൽ മീഡിയയിലും വൻ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ മൊസാദ് സ്റ്റോറി. ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലാണ് ഈ വെളിപ്പെടുത്തലും അതിനു പിന്നിൽ ഉയർന്ന വിവാദങ്ങളും പുകയുന്നത്. ആണവായുധ ശേഷിയുള്ള ഏക ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിൽ നിന്നും നിങ്ങളെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കും എന്ന ഭീഷണി ഉയർന്നതോടെ ഇസ്രായേൽ പേടിച്ച് പിന്മാറി എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ ഈ വാദങ്ങൾക്കൊന്നും തന്നെ യാതൊരുവിധ ഔദ്യോഗിക തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ഈ അവകാശവാദങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ പാകിസ്ഥാനിലെ അധികാരികൾ ഔദ്യോഗികമായി തന്നെ രംഗത്ത് വന്നു. ഈ വാർത്ത പൂർണ്ണമായും വിഡ്ഢിത്തവും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത കെട്ടുകഥയും മാത്രമാണെന്ന് പാകിസ്ഥാനി അധികാരികൾ വെളിപ്പെടുത്തുകയും ചെയ്തു. നിലവിൽ പാകിസ്ഥാൻ, ഇസ്രയേൽ, സ്വിറ്റ്സർലൻഡ്, ഒമാൻ, അമേരിക്ക എന്നിവർ ആരും തന്നെ ഈ വധശ്രമ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാൽ ഇതൊരു അന്താരാഷ്ട്ര ഗോസിപ്പ് മാത്രമായി അവശേഷിക്കുകയാണ്. പാകിസ്ഥാൻ സൈനിക വൃത്തങ്ങൾ ഈ വാർത്തയെ ദുരുദ്ദേശപരമായ പ്രചാരണം എന്നാണ് തള്ളിക്കളയുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകളിൽ പാകിസ്ഥാൻ വഹിക്കുന്ന പങ്കിനെ ഇസ്രായേൽ നേരത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇസ്രായേലിനെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ഭിന്നത വർദ്ധിപ്പിച്ചിരുന്നു. ഇറാനുമായുള്ള യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിൽ ഏറ്റവും എതിർപ്പുണ്ടായിരുന്നത് ഇസ്രായേലിനായിരുന്നു. ഇറാനെ പൂർണ്ണമായും നിരായുധരാക്കണം എന്നത് ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ഇസ്രായേൽ തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യമായിരുന്നു. എന്നാൽ യുദ്ധം കനത്തതോടെ അമേരിക്ക സന്ധിക്ക് തയ്യാറായിരുന്നു. അമേരിക്ക വാണിജ്യ താൽപര്യങ്ങൾ മാത്രം നോക്കിയാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്. എന്നാൽ ഇറാൻ നടത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പ് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുകയായിരുന്നു. ഒടുവിൽ ഒരു സമാധാന കരാർ വരുന്നതിൽ എതിർപ്പുണ്ടെങ്കിലും പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്നും ഇസ്രായേലിന് അറിയാമായിരുന്നു. അവരുടെ പഴയ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അസീം മുനീറിനെ അപായപ്പെടുത്താനുള്ള നീക്കം നടത്താനും സാധ്യതയുണ്ട്. കാരണം ഈ സമാധാന കരാർ ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു ഇസ്രായേലിന്റെ പരമമായ ലക്ഷ്യം.